പ്ലാന്റ്സ് വളർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ വീട്ടിലും കോമൺലി കാണുന്ന പ്ലാന്റാണ് മണി പ്ലാന്റ്. ഇതില്ലാത്ത വീടുകൾ അപൂർവമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ വെറൈറ്റിയും മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ബെറ്റർ ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ മണ്ണിൽ വളർത്തുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യമായിട്ടുള്ളതും. റൂട്ട് പിടിക്കാൻ വേണ്ടി ഞാനിത് വെള്ളത്തിലിട്ട് വയ്ക്കാറുണ്ട്. റൂട്ട് വന്നതിന് ശേഷം ഡയറക്റ്റ് മണ്ണിലേക്ക് വളർത്താറാണ് ഞാൻ ചെയ്യാറുള്ളത്. മണി പ്ലാന്റ് വളർത്തിയാൽ മാത്രം പോരാ, നന്നായിട്ട് തിക്കായിട്ട് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നത്. നമ്മൾ അത് തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് അത് നടുമ്പോൾ തന്നെ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി വരുന്നത് തന്നെ സിമ്പിളാണ്. ഇതിൻ്റെ ഓരോ റൂട്ടും ലീഫും നോഡും നോക്കി നമ്മൾ കട്ട് ചെയ്തിട്ടാണ്, സ്റ്റെം കട്ടിങ് പോലെയാണ് നമ്മളിത് കുത്തി വെക്കുന്നത്. അങ്ങനെ കുത്തി വെക്കുമ്പോൾ ഒരു റൗണ്ടിൽ എല്ലാം ചേർത്ത് നമ്മൾ കുത്തി വെച്ചിട്ട് ഒരു ബുഷിയാക്കി വളർത്തുക. പോട്ട് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മളിതിനെ വെച്ച് പിടിപ്പിച്ച് വളർത്തിയെടുക്കുക. അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് തിക്കായിട്ട് വളർന്നു വരും. എല്ലാ മണി പ്ലാന്റും നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കാവുന്നതാണ്. നമ്മൾ അകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ജനലിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ ബാൽക്കണിയിൽ സിറ്റൗട്ടിലൊക്കെ നമുക്ക് വെക്കുന്നതാണ് കൂടുതൽ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടാണ് വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ബാക്ടീരിയസൊക്കെ വന്ന് നമ്മുടെ വെള്ളം ചീത്തയായി പോകും. അത് കാരണം നമ്മുടെ നോഡ് തന്നെ, നമ്മുടെ വേരുകൾ തന്നെ നശിച്ചു പോകും. അങ്ങനെ മണി പ്ലാന്റ് ചീഞ്ഞ് തുടങ്ങുകയൊക്കെ ചെയ്യും. അകത്ത് വെക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ പോലും നമുക്ക് സൺലൈറ്റ് തട്ടിക്കുന്നത് അത്യാവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്ലാന്റ് ചീത്തയായി പോകും. നമ്മൾ രാവിലത്തെ വെയിലും വൈകുന്നേരത്തെ വെയിലൊക്കെ കൊള്ളിക്കുന്നത് പ്ലാന്റിനെ നന്നായിട്ട് ഗുണം ചെയ്യും. എന്നാൽ ഉച്ചയിലുള്ള വെയിൽ തട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റ് മൊത്തത്തിൽ അങ്ങ് കേടായി പോകും. അത് നമ്മളെ പ്ലാന്റിനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കുറഞ്ഞ പരിപാലനം ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഇത് വളർത്തിയെടുക്കാനും സുഖമാണ്. ഞാൻ ആദ്യമൊക്കെ എൻ്റെ പ്ലാന്റ് വളർത്തിയെടുത്തത് തന്നെ ഒറ്റ നോഡ് വെച്ചിട്ടാണ് ഞാൻ വളർത്തിയെടുത്തത്. ഇത്രയും പ്ലാന്റ് ഞാൻ ആക്കിയത് തന്നെ അങ്ങനെയാണ്. മണി പ്ലാന്റ് എല്ലാവർക്കും വളർത്തിയെടുക്കാൻ ഈസിയാണ്. മണി പ്ലാന്റ് വളർത്തുന്നതിൽ കുറച്ച് വിഭാഗം ആൾക്കാർ മാത്രം വിശ്വസിക്കുന്നത് ഇതൊരു നമുക്ക് ഭാഗ്യം തരുന്ന ഒരു പ്ലാന്റ് ആണെന്നൊക്കെയാണ്. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. എനിക്കെന്നാൽ ആ വിശ്വാസമില്ല. കുറച്ച് വെറൈറ്റി ഇന്ത്യയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെറൈറ്റിയാണ് നമ്മുടെ എൻജോയ് പോത്തോസ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ചെറിയ ഇലകളാണ്. നമ്മുടെ ഗ്രീനിൻ്റെ കൂടെ ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ വരുമ്പോൾ കണ്ണിനൊരു ഭംഗി നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല തിക്കായിട്ടാണ് ഇത് വളർന്നു വരിക. നമ്മുടെ പോട്ടൊന്നും കാണുകയില്ല, അത്രയ്ക്ക് തിക്കായിട്ടാണ് ഇത് വളർന്നു വരുന്നത് തന്നെ. മറ്റ് വെറൈറ്റീനെ വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് പിടിച്ച് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്ന പോലെ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എൻജോയ് പോത്തോസൊക്കെ വളരെ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. കൂടുതൽ കെയറൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൗളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മണി പ്ലാന്റിനാണ് നമുക്കൊരു 300 ഒക്കെ കൊടുക്കേണ്ടി വരിക. ഇത് നമുക്ക് പല നഴ്സറിയിൽ പോലും 10 രൂപയ്ക്ക് ഇതിൻ്റെ തൈകൾ കിട്ടും. അപ്പോൾ തൈകൾ കിട്ടിയിട്ടും നമുക്കിത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. കാരണം ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ തന്നെ അത് വെച്ചിട്ട് തന്നെ നമുക്ക് പല പോട്ടുകളും പല രീതിയിൽ പല ഡെക്കറേഷനിൽ നമുക്കത് വെച്ച് പിടിപ്പിക്കാം. മണി പ്ലാന്റൊക്കെ നമുക്കൊരു മരത്തിലോ ഒരു ചുമരിലൊക്കെ ക്ലൈംബ് ചെയ്ത് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ ലീഫിൻ്റെ സൈസിൽ നമുക്ക് മാറ്റം വരുന്നത് കാണാം. വലിയൊരു ലീഫായിട്ടാണ് ഉണ്ടാകാറുള്ളത്. ഒരു കെയറും ഇല്ലാണ്ട് അത്രയും വലിയ ലീഫ് വരെ ഇത് ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് കെയറൊക്കെ ചെയ്ത് നമുക്ക് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത് മണി പ്ലാന്റ്. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതും മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റിന് പോത്തോസ് എന്ന പേരിലും പറയപ്പെടുന്നുണ്ട് കേട്ടോ. പലർക്കും അതറിയില്ല. ഒരു കേൾക്കുമ്പോൾ നമുക്കൊരു എന്താ പോത്തോസ്, അങ്ങനെ ഒരു ഇതാണ് നമ്മുടെ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരിക. ഇതൊരു ഓക്സിജൻ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടിത് വളർത്തിയെടുക്കാം. നമ്മുടെ അകത്തൊക്കെ നന്നായിട്ട് വെച്ച് വളർത്തിയെടുക്കാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫൊന്നും കഴിക്കാണ്ട് നമ്മൾ നോക്കണം. കാരണം അതിൽ പോയിസൺ ഉണ്ട് ഇതിന്. അപ്പോൾ അത് നമ്മുടെ അകത്ത് ചെന്നാൽ നമുക്കത് എങ്ങനെ റിയാക്ഷൻ വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ് വളർത്തുക.